അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ റമളാനിലെ ആദ്യ ജുമുഅ ഖുതുബ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാനും അങ്ങനെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആവുന്നത്ര നിങ്ങൾ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ധനം ചെലവഴിക്കുക, അത് നിങ്ങൾക്കു തന്നെ ഗുണകരമായിരിക്കും. മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആര് മോചനം നേടുന്നുവോ അവരാകുന്നു വിജയികൾ. ആവേശപൂർവം നന്മ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ പ്രചോദിതരായി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായി നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറഞ്ഞതായി നമ്മോട് പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദ്തുഹു അലൈഹി. എൻ്റെ അടിമ എന്നോട് സാമീപ്യം കരസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ എനിക്കേറ്റവും പ്രിയങ്കരമായത് ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. നമ്മുടെ സ്വത്തിലെ സക്കാത്ത് അള്ളാഹു അടിമകൾക്ക് നിർബന്ധമാക്കിയതാണ്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹ. പ്രവാചകരെ, അങ്ങ് അവരുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുക, അതവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും. മാത്രമല്ല, സക്കാത്തിനെ അള്ളാഹു വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിലൊന്നും ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ പ്രധാനപ്പെട്ട ഒന്നുമാക്കി. പ്രവാചകർ പഠിപ്പിച്ചു, മിൻ തമാമി ഇസ്ലാമിക്കും അൻ തുഅദ്ദു സക്കാത്ത അംവാലിക്കും. നിങ്ങളുടെ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നത് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ സമ്പൂർണതയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 27 നിസ്കാരത്തെക്കുറിച്ചു പറഞ്ഞിടത്തെല്ലാം സക്കാത്തിനെയും അതിനോടനുബന്ധിച്ചു പറയുകയുണ്ടായി. അത് സക്കാത്തിൻ്റെ മഹത്വമാണ് വിശദീകരിക്കുന്നത്, പ്രാധാന്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വ അഖീമുസ്സലാത വ ആതുസ് സക്കാഹ്. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുക. സത്യവിശ്വാസികളെ, സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിൽ വിവിധ ഫലങ്ങളുണ്ട്, മഹത്തരമായ ഉപകാരങ്ങളുണ്ട്. സക്കാത്ത് കൊടുത്തു വീട്ടുക വഴി മനുഷ്യൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുകയാണ്. പ്രവാചകർ പറഞ്ഞു, സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് ത്വഇമ ത്വഅമൽ ഈമാൻ. 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈമാനിൻ്റെ മാധുര്യം രുചിക്കാനാവും. ആ 3 പ്രവാചകർ ഇങ്ങനെയും പറഞ്ഞു, വ അഅ്ത സക്കാത്ത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു. നല്ല മനസ്സോടെ സംതൃപ്തിയോടെ സ്വന്തം സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്തു എന്ന്. നാം നമ്മുടെ സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോൾ അതുവഴി അള്ളാഹു നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുകയാണ്. നമ്മുടെ സമ്പാദ്യത്തെ അവൻ നമുക്ക് വേണ്ടി വളർത്തുകയാണ്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുൽഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അതിനെ ഇരട്ടിപ്പിച്ച് വളർത്തുന്നവർ. അതായത്, സക്കാത്ത് നൽകുന്നവർക്ക് അള്ളാഹു പ്രതിഫലം ഇരട്ടിയായി നൽകുകയും അവരുടെ സമ്പാദ്യത്തിൽ അതിനു പകരം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഓശാരമായി അവൻ നൽകുകയും ചെയ്യും. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപഥം ചെയ്തു പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രവാചകർ പറഞ്ഞു, 3 കാര്യങ്ങൾ
ഞാൻ സത്യം ചെയ്ത് ആണയിട്ടു പറയുകയാണ്, അവയെക്കുറിച്ച് കൃത്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അതു നിങ്ങൾ ഹൃദിസ്ഥമാക്കിക്കൊള്ളുക. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ, ദാനം ചെയ്യുക വഴി ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് സ്വന്തം സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. സക്കാത്ത് മൃഗങ്ങളുടേതാവാം, ഈന്തപ്പനയുടേതാവാം, കൃഷിയുടേതാവാം, പഴങ്ങളുടേതാവാം. ഏതു സക്കാത്തായിരുന്നാലും അന്ത്യനാളിൽ നമ്മുടെ രേഖയിൽ അത് മഹത്തരമായ ഒരു കർമ്മമായി നമുക്ക് കണ്ടെത്താനാവും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെ ഫലം നേരിൽ കണ്ടറിയുന്ന ദിനം വരാനിരിക്കുന്നു. തനിക്ക് അള്ളാഹു കണക്കാക്കിയ അവധി എത്തുവോളം സക്കാത്തിനെ അവഗണിച്ചവൻ തന്നെയാണ് യഥാർത്ഥ പരാജയം അനുഭവിക്കുന്നവൻ. മരണസമയത്ത് ഭൂമിയിലേക്ക് ഒന്നുകൂടി മടങ്ങി തൻ്റെ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് അവൻ വൃഥ ആഗ്രഹിച്ചു പോകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് നിർബന്ധമായ സ്വത്തുണ്ടായിരിക്കെ ആ സക്കാത്ത് കൊടുത്തു വീട്ടാത്ത ഒരാൾ മരണസമയത്ത് അള്ളാഹുവിനോട് എന്നെ ഒരല്പസമയത്തേക്ക് എൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടാൻ ഭൂമിയിലേക്കു തിരിച്ചയക്കാമോ എന്ന് ചോദിക്കുമെന്ന്. അതുതന്നെയല്ലേ വിശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്നത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നിങ്ങൾക്കു നാം നൽകിയതിൽ നിന്ന് മരണം വന്നെത്തും മുമ്പേ നിങ്ങൾ ഓരോരുത്തരും ചെലവഴിക്കുക. മരണമെത്തിയാൽ അവൻ പറയും, എൻ്റെ നാഥ, തൊട്ടടുത്ത ഒരവധി വരെ എനിക്കൊന്നു നീട്ടിത്തരണം, എങ്കിൽ ഞാൻ ദാനം നൽകുകയും നല്ലവരിൽ ഉൾപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വത്തിൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുക. ഒരു കാരണവശാലും അത് അവഗണിച്ചു പോവരുത്, വൈകിപ്പിക്കുകയും ചെയ്യരുത്. വർഷങ്ങളുടെ സക്കാത്ത് സ്വത്തിൽ കുമിഞ്ഞുകൂടിയവർ ഒരു കാരണവശാലും സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. മറിച്ച് നാളെയാവുന്നതിനു മുമ്പ് ഇന്നു തന്നെ കൊടുത്തു വീട്ടുക. അള്ളാഹു ഏൽപ്പിച്ചതിൽ അള്ളാഹുവിൻ്റെ വിഹിതം അർഹർക്ക് കൊടുത്തേക്കുക. കാരണം അവസരം ഇപ്പോഴും താങ്കളുടെ മുന്നിലുണ്ട്. താങ്കളുടെ സ്വത്ത് താങ്കളു തന്നെ ശുദ്ധീകരിക്കണം, ഉത്തരവാദിത്വം മോചിപ്പിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു താങ്കളോട് നന്മ ചെയ്തതുപോലെ താങ്കളും നന്മ ചെയ്യണം. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാവുന്നത്, ഇഹപര വിജയങ്ങൾ നേടിയെടുക്കാനാവുന്നത്. ഫല്ലാഹുമ്മ ബാരിക് ലനാ ഫി അർസാഖിനാ വവഫിഖ്നാ ലിഇഖ്റാജി സകാത്തി അംവാലിനാ വക്തുബ്നാ ബിഹാ ഇൻദക മിനൽ ഫായിസീൻ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഞങ്ങൾക്കു നീ ഐശ്വര്യം ചൊരിയണമേ. ഞങ്ങളുടെ സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾക്കു നീ തൗഫീഖ് നൽകുകയും അതുവഴി ഞങ്ങളെ നീ വിജയികളിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമേ. സത്യവിശ്വാസികളെ, സക്കാത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ചില പ്രത്യേക നിബന്ധനകളും വിധിവിലക്കുകളും നിർണയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 85 ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യം, അതായത് 30,000 ദിർഹം കൈവശമുള്ളവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതാവട്ടെ ആ സ്വത്തിൻ്റെ 2.5%. ആ സ്വത്ത് നമ്മുടെ ഉടമസ്ഥതയിൽ 1 വർഷം പൂർത്തിയായാലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മനിസ്തഫാദ മാലൻ ഫലാ സക്കാത്ത അലൈഹി ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഒരാളുടെ കയ്യിൽ ഒരു സ്വത്തുണ്ടായി എന്നതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവുന്നില്ല, അതിനൊരു വർഷം പൂർത്തിയാവുന്നതുവരെ. നാം നമ്മുടെ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലാണ്. അതുതന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യവും. പ്രവാചകർ പറഞ്ഞു, തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം. അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിച്ച് അവരിലെ പാവങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് സക്കാത്ത് എന്ന്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആവശ്യക്കാരാണ് നമ്മുടെ സക്കാത്തിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർ. സക്കാത്തുക മിനൽ മുജ്തമഇ ഇലൽ മുജ്തമഅ. നമ്മുടെ സക്കാത്ത്
നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എന്ന പേരിൽ UAE ഔഖാഫ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളും അതിൻ്റെ ഭാഗമാവുക. നമ്മുടെ സക്കാത്തുകൾ ഔദ്യോഗിക ഏജൻസികളെ ഏൽപ്പിക്കുക. അവരത് കൃത്യമായി അവകാശികളിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് ഏറ്റവും അനുയോജ്യമായതും സമൂഹത്തിന് ഏറെ ഉപകാരപ്രദവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.